ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പിന്നെയും കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ഇപ്പം സാറ്റർഡേ ആയിട്ടുണ്ട് ഗൈസ്. സാറ്റർഡേ എത്ര പെട്ടെന്നല്ലേ ഓരോരോ ദിവസങ്ങൾ അങ്ങനെ പമ്പ 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ഓഹ്, എമ്മാതിരി സീനാണല്ലേ ഗൈസ്. യോ 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 നമുക്ക് ഓരോരോ ടെക് റിലേറ്റഡ് ന്യൂസുകൾ നമുക്ക് നോക്കി നോക്കാം. സോഹോ വേഴ്സസ് ദ വേൾഡ്. സോഹോൻ്റെ ഓരോരോ സാധനങ്ങളാണ്, അവരുടെ ഓരോരോ ടൂളുകൾ, അവർ ആക്ച്വലി അവരൊക്കെ മേക്ക് യൂസ് ഓഫ് ചെയ്യുന്ന അവരുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ AILLM ഏജൻസ്, സോഹോ ചെയ്യുന്നുണ്ട്, ChatGPT, ജെമിനി, കോപ്പൈലറ്റ്, അതൊക്കെയാണ് പുറത്തുള്ളതെന്ന്. CRM അതെന്താണോ? ഇതാണെങ്കിൽ സെയിൽസ് ഫോഴ്സ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഡൈനാമിക് 365 ഉണ്ട്, HubSpot CRM, സോഹോ CRM. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിൽ അഡോബി സൈൻ ഉണ്ട്, ഡോക്യു സൈൻ ഉണ്ട്. സോഹോൻ്റെ ആണെങ്കിൽ സോഹോ സൈൻ. ബ്രൗസർ ആണെങ്കിൽ ഫയർഫോക്സ് ഉണ്ട്, ക്രോം ഉണ്ട്, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഉല എൻ്റർപ്രൈസ് ഉണ്ട്, അവരുടെ ക്രോം ബ്രൗസറായിട്ട്. പിന്നെ ഫിനാൻസ് അക്കൗണ്ടിങ് ടൂൾസ് ആയിട്ട് മറ്റവരുടെ സേജ്, ഇൻറ്റ്യൂട്ട്, ക്വിക്ക് ബുക്സ്, സോഹോ ബുക്സ്. വാവ്. പിന്നെ വർക്ക് സ്പേസ് ആയിട്ടുള്ളത് ഗൂഗിൾ വർക്ക് സ്പേസ്, മൈക്രോസോഫ്റ്റ് 365, സോഹോ വർക്ക് സ്പേസ്. മെസ്സേജിങ് ആണ് ടെലഗ്രാം, സ്ലാക്ക്. ഞാൻ ആദ്യമായിട്ട് സ്ലാക്ക് വെക്കുന്നത്. വാട്സപ്പ്, പിന്നെ അരാറ്റൈ. ഓക്കെ, പിന്നെ അനലിസ്റ്റിക് BI ടൂൾസ് ഏതൊക്കെയാണ്? സോഹോൻ്റെ ആണെങ്കിൽ സോഹോ അനലിറ്റിക്സ്, പവർ BI ഉണ്ട്, ആംബുലു ഉണ്ട്, ലുക്കർ. ഇതൊക്കെയാണ് അവരുടെ. അതായത് സോഹോയ്ക്ക് ഇത്രയധികം സാധനങ്ങൾ അവർ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോരോ കമ്പനികൾക്ക്, അതായത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വേണ്ടി അവർ ബിൽഡ് ചെയ്താണ് ഇത്രയധികം സാധനങ്ങൾ എന്ന് പറയുന്നത്. വളരെ ചുരുക്കം ആൾക്കാർക്കായിരിക്കും സോഹോ എന്ന കമ്പനിയെ പറ്റിയോ, അല്ലെങ്കിൽ അവർ ഇത്രയധികം നല്ല ഡെവലപ്മെൻറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള നല്ല ആപ്പും, അല്ലെങ്കിൽ ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് ഫോർ ദ വർക്കിംഗ് പീപ്പിൾ ഓർ എനി പീപ്പിൾ യൂസ് ചെയ്യുന്ന, എനിക്ക് യൂസ് ചെയ്യുന്ന ഏതൊരു ആൾക്കാർക്ക് നല്ലൊരു എൻവയോൺമെൻറ്റാണ് അവർ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അത് അധികം ആൾക്കാർ അറിയുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സത്യം ഇതാണ്, അധികം ആൾക്കാരൊന്നും അങ്ങനെ അറിയുന്നില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം ഗൈസ്, ദാറ്റ്സ് ദ പ്രോബ്ലം. സോഹോൻ്റെ കഴിഞ്ഞ ദ മാഗ്നിഫിസൻറ്റ് 7 5 ഇയർ കൊണ്ട് ഓരോരോ കമ്പനികൾ, മേജർ കമ്പനികളിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെയാണ് ഇതിന് പറയാനായിട്ട് ആക്ച്വലി പോകുന്നത്. നോക്കണം, 2020 ടെസ്ലാൻ്റെ വാല്യൂഷൻ എന്ന് പറയുന്നത് 668 ബില്യൺ ആയിരുന്നു. ഇന്ന് 1.4 ബില്യൺ. പിന്നെ മെറ്റൻ്റെ ആണെങ്കിൽ 778 ബില്യൺ ആയിരുന്നു. ഇന്നാണെങ്കിൽ 1.8 ട്രില്യൺ, മറ്റേ 1.4 ട്രില്യൺ ആട്ടോ. പിന്നെ ആണെങ്കിൽ ആമസോണിൻ്റെ ആണെങ്കിൽ 1.6 ട്രില്യൺ ആയിരുന്നു 2020. ആമസോൺ ഇപ്പോഴാണെങ്കിൽ 2.3 ട്രില്യൺ ആയിട്ടുണ്ട്. പിന്നെ ആപ്പിൾ ആണെങ്കിൽ 2.2 ട്രില്യൺ ആയിരുന്നു 2020. ഇന്നാണെങ്കിൽ 3.7 ട്രില്യൺ ആയിട്ടുണ്ട്. പിന്നെ മൈക്രോസോഫ്റ്റ് 1.6 ട്രില്യൺ ആയിരുന്നു മൈക്രോസോഫ്റ്റ്, ഇപ്പം 3.8 ട്രില്യൺ ആയിട്ടുണ്ട്. എസ്പെഷ്യലി അവർക്ക് ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ആക്ച്വലി എല്ലാത്തിലും ഓപ്പണയിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും NVIDIA ആണ് ഗൈസ്, 323 ബില്യൺ. ഓർക്കണം, അത്രയും ഒരു മാർക്കറ്റ് ഷേപ്പിൽ നിന്നൊരു കമ്പനിയാണ് 4.3 ട്രില്യൺ. ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏറ്റവും വാല്യുവേഷൻ കൂടിയിട്ടുള്ള കമ്പനിയായിട്ട് അവർക്ക് മാറിയിരിക്കുന്നത് NVIDIA. സീന്, അതായത് ഞാനും ഈ NVIDIAൻ്റെ ഇവരെ മൈക്രോസോഫ്റ്റ് ആപ്പിളിനൊക്കെ കടത്തി ഏറ്റവും മുന്നിലെത്തിയ ആ ഒരു സമയം ഉണ്ടല്ലോ, അത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4 മാസം മുന്നൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു സമയത്താണ് എല്ലാവരും NVIDIAനെ കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ ആക്ച്വലി തുടങ്ങിയത് തന്നെ. എനിക്കതിനു മുന്നേ NVIDIAനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇവരിങ്ങനെ ചിപ്സെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് യാതൊരു പിടിയില്ലായിരുന്നു. അങ്ങനെ വാല്യുവേഷൻ കൂടിയപ്പോഴാണ് എല്ലാവരും അറിയാനൊക്കെ തുടങ്ങുന്നത്. അതാണ്, എല്ലാത്തിനും ഒരു ടൈം ഉണ്ടാവും. അതായത് ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അവർക്ക് ഇന്ന് ലഭിച്ചു. അതാണ് അതിൻ്റെ കാര്യം. ഇതെന്താണ്? മോസ്റ്റ് വാല്യുബിൾ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ്. ഇതിനകത്ത് സൗദി അറാംകോ 1.6 ട്രില്യൺ. പിന്നെ എക്സോ മൊബൈൽ, ഇത് ഏത് കൺട്രീൻ്റെ ഇതാണോ ദൈവമേ, പതാകയാണോ അത്? ഇതിനകത്ത് എഴുതിയിട്ടില്ല ഗൈസ്.
നോക്കട്ടെ. ചൈന റാങ്ക്സ് തേർഡ് വിത്ത് 2 companies. സൗദി അറേബ്യ ഇറ്റ്സ് ഓൺ ടോപ്പ് അറ്റ് ഫോളോഡ് ബൈ യുഎസിൻ്റെ തന്നെ ഇതാണ് ഫോൺ. യുഎസിൻ്റെ എക്സോൺ മൊബൈൽ 492 ബില്യൺ, ഷെവറോണും 322 ബില്യൺ, അതും യുഎസിൻ്റെ തന്നെ. പിന്നെ അടുത്തത് 2.209 ബില്യണുമായിട്ട് എനിക്ക് തോന്നുന്നത് അത് യു കെ ആയിരിക്കാം. ഷെൽ എന്ന് പറയുന്ന കമ്പനിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൈനയുടെ പെട്രോസെന 204 ബില്യൺ. പിന്നെ അതിനുശേഷം ബാക്കി ഇതേതാ കൺട്രി? പിന്നെ ടോട്ടൽ എനർജീസ് ഇറാൻ്റെ വല്ലതായിരിക്കും. ഇറാൻ ആണോ? നോ ആയിരിക്കാം, എനിക്കറിഞ്ഞൂടാ. ഇതൊന്ന് നോക്കി നോക്കണം. 134 ടോട്ടൽ എനർജീസ്, 137 ബില്യൺ. പിന്നെ ഏതായിരുന്നു? സ്നൂക്ക് 120 ബില്യൺ. കൊണോക്കോ ഫിലിപ്സ് അമേരിക്കയാണ് 120 ബില്യൺ. എൻബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 109 ബില്യൺ. പിന്നെ ടാക്ക 106 ബില്യൺ. ഇത്രയധികം കമ്പനികളുണ്ടല്ലേ ഗൈസ്. ഇന്ത്യൻ്റെ ടോപ്പ് 7. ഇന്ത്യൻ്റെ ടോപ്പ് 7 ആയിട്ടുള്ള കമ്പനികൾ ഏതെല്ലാം? അതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അതെന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ട്രില്യൺ ആട്ടോ നോക്കുന്നത്, അല്ലാതെ വേൾഡിൻ്റെ ട്രില്യൺ അല്ല. ഓക്കെ, റിലയൻസിനാണെങ്കിൽ 2020 13.4 ട്രില്യൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 18.8 ട്രില്യൺ ആയിട്ട് മാറി. പിന്നെ HDFC ബാങ്ക് 7.9 ട്രില്യൺ ആയിരുന്നു, ഇന്നത് 16.0 ട്രില്യൺ ആയി. HDFC ബാങ്കിൻ്റെ ഇത് നാട്ടെ. എയർടെൽ ആണെങ്കിൽ 2.8 ട്രില്യൺ ആയിരുന്നു, ഇന്നത് 11.7 ട്രില്യൺ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ TCS ടാറ്റേൻ്റെ 10.7 ട്രില്യൺ ആയിരുന്നു, ഇന്നത് 11.1 ട്രില്യൺ ആയിട്ടുണ്ട്. പിന്നെ ICICI ബാങ്ക് 3.7 ട്രില്യൺ ആയിരുന്നു, ഇന്നത് 10.1 ട്രില്യൺ ആയിട്ടുണ്ട്. SBI ഗൈസ് 2.5 ട്രില്യൺ ആയിരുന്നു, ഇന്നത് 7.9 ട്രില്യൺ ആയി. ഇൻഫോസിസ് ആണെങ്കിൽ 5.3 ട്രില്യൺ ആയിരുന്നു, ഇന്നത് 6.4 ട്രില്യൺ. ഈ HDFC ബാങ്ക്, ICICI ബാങ്ക് ഇവരൊക്കെ ഇത്രയും വലിയൊരു മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. എൻ്റെ മോനെ, ഇത്രയും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിട്ടാണ് ഇവരിങ്ങനെ കളിക്കുന്നത് ആക്ച്വലി. റിന്യൂവബിൾ എനർജി ജനറേറ്റഡ് അക്രോസ് ഇന്ത്യ. റിന്യൂവബിൾ എനർജി 10ൻ്റെ മുകളിൽ ഏതൊക്കെയുള്ളത്? കർണാടകയുണ്ട്, ഹിമാചലുണ്ട്, രാജസ്ഥാനുണ്ട്, ഗുജറാത്ത് ഉണ്ട്. അതാണ് 10ൻ്റെ മുകളിൽ ഉള്ള കൺട്രീസ് എന്ന് പറയുന്നത് ഗൈസ്. കൺട്രീസ്. പിന്നെ ഏറ്റവും കുറവുള്ളത് ത്രിപുര, മിസോറാം, മണിപ്പൂർ, പിന്നെ നാഗാലാൻഡ്, ആസം, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ലഡാക്ക്, ഹരിയാന. ഇത്രയും സ്റ്റേറ്റുകളാണ്. 1% 5% ഇരിക്കുന്ന കേരള, പിന്നെ ഗോവ മറ്റേതാട്ടോ, ഒന്നും ഒരു ഇതും അവർക്കില്ല. ഒഡീഷ, തെലങ്കാന, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ജമ്മു ആൻഡ് കശ്മീർ, അരുണാചൽ പ്രദേശ്. പിന്നെ സിക്കിം. സ്വിസ് നാഷണൽ ബാങ്ക് പ്ലസ് സ്റ്റോക്ക് US ഹോൾഡിംഗ്സ്. Switzerland Central. Swiss National Bank is a conservative institution that highly unconventional in operation. A safe haven due to political and economic stability and attracts money from investors around the world during crisis. However, no other central bank holds a higher equity exposure than SNB. But Japan also has a large equity exposure. It's mostly invested in domestic index. The S&P holds more than the US stock market, but here the investing that almost lower the portfolio is only investing for stocks. Media Microsoft, Apple and Alphabet. Such a high exposure to US tech stock has come at a warning of a
visibility bubble in the sector. Central bank. Another for unlike most central banks around the world, SNB is not owned by the national government. Half of its shares are held by Swiss cantons and the rest by private individuals. Swiss bank ഗവൺമെൻറ്റിൻ്റെ അല്ല ആക്ച്വലി ഗൈസ്, അത് സ്വിസ് കാനോൺസിൻ്റെ അതേപോലെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഒക്കെയാണ് ഓൺ ചെയ്യുന്നത്. Does the bank exercise its voting rights? No, although the investments are passing, the bank is not a static holder. In recent years, it has increased the holdings in Nvidia and Berkshire Hathaway while reducing and Netflix. Oh, it should be noted that SNB its some sector altogether, such as banking, some financial stocks, and weaponry. എൻ്റെ അമ്മ ഇത്രയും കമ്പനികളിൽ സ്വിസ്സിൻ്റെ നാഷണൽ ബാങ്ക് ഹോൾഡിംഗ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഒന്ന് NVIDIAയിലാണ് 12.9 ബില്യൺ, മൈക്രോസോഫ്റ്റിനാണെങ്കിൽ 10.9 ബില്യൺ, പിന്നെ ആൽഫബറ്റിലാണെങ്കിൽ 10.8 ബില്യൺ, ആമസോണിലാണെങ്കിൽ 8.2 ബില്യൺ, മെറ്റയിലാണെങ്കിൽ 6.8 ബില്യൺ, ബ്രോഡ്കോമിലാണെങ്കിൽ 5. സോറി ഗൈസ്, എവിടെ എനിക്കൊരു തെറ്റ് പറ്റിയോ? അതെ ഗൈസ്, ഇവിടെ ആൽഫബറ്റിലാണെങ്കിൽ 8.2 ബില്യൺ, ആമസോണിലാണെങ്കിൽ 6.8 ബില്യൺ, മെറ്റയിലാണ് 5.2 ബില്യൺ, ബ്രോഡ്കോമിനാണെങ്കിൽ 4.9 ബില്യൺ, ടെസ്ലയിനാണെങ്കിൽ 3.7 ബില്യൺ, ബെർക്ക്ഷയർ ഹാത്വേസിലാണെങ്കിൽ 2.9 ബില്യൺ, ലില്ലിയാണെങ്കിൽ 1.9 ബില്യൺ. അപ്പോൾ ഇത്രയധികം കമ്പനികളിലാണ് ആക്ച്വലി അവർ ഹോൾഡിങ്സ് ഉള്ളത്. അവർക്ക് holdings. Who buys corn from USA? Corn, ചോളം. ഗൈസ്, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ചോളയില്ലേ, പശുക്കൾക്ക് ഈ പുല്ലൊക്കെ കരിയുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു വേനൽക്കാലത്തെ സമയത്ത് ഇപ്പം കുറേ പാൽ സൊസൈറ്റികളിലൊക്കെ ആക്ച്വലി ഈ ചോളംസ് ഒക്കെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ ഇറക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടൊക്കെ അത് പോയി വാങ്ങും, എന്നിട്ട് നമുക്ക് ചോളമൊക്കെ ഇങ്ങനെ തരാറുണ്ട്. പശുവിന് ഇറക്കുന്നതാണെങ്കിലും നമ്മളും കഴിക്കാറുണ്ട്, വാങ്ങും. നല്ലതല്ലേ കോഴ്സ്. അതായത് പശുവിന് അതിൻ്റെ ഇത് കൊടുക്കുക, എന്താ പറയുക, ഇല കൊടുക്കുന്നു, നമ്മൾ ആണെങ്കിൽ അതിൻ്റെ നല്ല ചോളമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നു. സിമ്പിൾ, നന്നായിട്ട് വേവിച്ചൊക്കെ കഴിക്കുന്നു. പിന്നെ എന്താ, മെക്സിക്കോയാണ് 5.5 ബില്യൺ ആണ്. ബില്യൺ ഡോളേഴ്സിനാണ് അവർ വാങ്ങുന്നത് ഗൈസ്. എനിക്കൊരു തെറ്റ് പറ്റിയതാ. അക്കൗണ്ടിങ് മോർ ദാൻ 75 ടോട്ടൽ എക്സ്പോർട്ട് വാല്യൂ, മെക്സിക്കോ സിഗ്നലിൻ്റെ ഹാൻഡിൽഡ് കൺട്രിബ്യൂട്ടഡ് ടു 40%. മെക്സിക്കോയാണ് കിട്ടുന്നത് 5.5 ബില്യൺ. പിന്നെ ജപ്പാനാണെങ്കിൽ 2.7 ബില്യൺ. കൊളംബിയ ഒരു കൺട്രി 1.5 ബില്യൺ. സൗത്ത് കൊറിയ ആണെങ്കിൽ 689 മില്യൺ. കാനഡ 450 മില്യൺ. EU ആണെങ്കിൽ 398 മില്യൺ. തായ്വാൻ 383 മില്യൺ. ചൈന 331 മില്യൺ. ഗ്വാട്ടമല 275 മില്യൺ. സൗദി അറേബ്യ 239 മില്യൺ. എന്തുവല്ലേ സൗദി അറേബ്യ. ഫിസിക്സ് വാല, ഫിനാൻഷ്യൽ ഷോട്ട്. ഈ ഫിസിക്സ് വാല അവർ ആക്ച്വലി ഇത് ചെയ്യാൻ പോവാണ്, എന്താണ്, പബ്ലിക് ഓഫറിങ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. സീൻ റേറ്റിംഗ് റവന്യൂ ഗ്രോത്ത് ഇൻ ലാസ്റ്റ് 5 years. എന്താണ് 25 കോടി കിടന്ന കമ്പനി ഇന്ന് ഇവിടെ കയറി കിടന്നത് 2887 കോടി. ഫിസിക്സ് വാല. India's renewable energy generation, large hydro, solar, large hydro, ഇത് തന്നെ, എന്താ നമ്മുടെ ഇതില്ലേ, ഡാമുകളുടെ പരിപാടിയാണ്. 35.2% പിന്നെ സോളാർ 31.6%, വിൻഡ് ആണെങ്കിൽ 28.4%, സ്മോൾ ഹൈഡ്രോ ആണെങ്കിൽ 2.4%, അതേഴ്സ് 2.444% ഗൈസ്. ഹെൽത്ത് കെയർ കമ്പനീസ്. ഏറ്റവും കൂടുതൽ വാല്യുവേഷൻ ഉള്ള ഹെൽത്ത് കെയർ കമ്പനീസ് യു എസിലല്ല, എല്ലായിടത്തുള്ള വാല്യുവേഷൻ ആയിരിക്കും. യുണൈറ്റഡ് ഹെൽത്ത് കെയർ ആണ്.
314 ബില്യൺ. ഈ യുണൈറ്റഡ് ഹെൽത്ത് കെയറിൻ്റെ ഒരു സീനുണ്ട്. അതായത് ഇവരുടെ ആക്ച്വലി സിഇഒനെ, നേരത്തെ ഉണ്ടായിരുന്ന സിഇഒനെ ആദ്യം ആക്ച്വലി വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ FBI യും CIA ഒക്കെ ഇവരുടെ പേരിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഇവർ ഈ ഗവൺമെൻറ്റിനെ പറ്റിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കമ്പനീൻ്റെ ഇത് എന്താ വാല്യൂഷൻ എന്ന് പറയുന്നത് വളരെ അടിയിൽ പോയി. അതായത് $500 മുകളിൽ പോയിരുന്ന ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം 300 സംതിങ്ങിലാണ് അത് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ നമ്മുടെ ആപ്പിളിന് സ്റ്റോക്സ്, വാറൻ ബഫറ്റ് ആണെങ്കിൽ ആപ്പിളിന്ന് സ്റ്റോക്സ് എല്ലാം പിൻവലിച്ചതിന് ശേഷം അത് നേരെ കൊണ്ടുപോയി ഇട്ടത് ഈ യുണൈറ്റഡ് ഹെൽത്ത് കെയർ ഗ്രൂപ്പിലാണ്. ഇവർക്ക് ഒരു സ്പെഷ്യൽ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് 60 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തുനിന്ന് ഗവൺമെൻറ് ആണ് അവരെ റിയലി ഫണ്ടിങ് ചെയ്യുന്നത്. അങ്ങനെ ഫണ്ടിങ് ചെയ്യുന്നത് വഴിയായിട്ട് എന്താണ് ഇനി ഒരു 2030 ആകുമ്പോഴത്തേനും ഏകദേശം 5 പേരിൽ ഒരാൾ യു എസിലെ ഏകദേശം 60 മില്യൻ്റെയൊക്കെ മുകളിലേക്ക് ആളുകൾ 60 വയസ്സിന് മുകളിലേക്ക് എത്തും. അങ്ങനെ എത്തുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആകാൻ പോകുന്നത് ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലെ ഇൻഡസ്ട്രീസാണ്. അവർക്ക് അത്രയും ആൾക്കാരെ കിട്ടും, അവർക്ക് അത്രയും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇപ്പം കുറേയധികം ആൾക്കാർ ഇതിനകത്ത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. കാരണം സിഇഒനെ വെടിവെച്ചിട്ടത്, പിന്നെ ഇപ്പോൾ അന്വേഷണങ്ങൾ, അതൊക്കെ കാരണം ഇപ്പോൾ ഇവരുടെ സ്റ്റോക്ക് വാല്യൂ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് ആക്ച്വലി. പിന്നെ യു എസിൽ തന്നെ 94 മില്യൺ CVS ഹെൽത്ത്, പിന്നെ 92 മില്യൺ HCA ഹെൽത്ത്, പിന്നെ 88 മില്യൺ MC കിസൺ, പിന്നെ 81 മില്യൺ ദ സിഗ്ന ഗ്രൂപ്പ്, 69 മില്യൺ എലവൻസ് ഹെൽത്ത്. പിന്നെ അടുത്തത് ജർമ്മനിയാണ് തോന്നുന്നത്, 64 മില്യൺ സൈമൻസ് ഹെൽത്ത് നഴ്സ്. പിന്നെ നമ്മുടെ US ആണ് സെൻസോറ, 57 മില്യൺ. 36 ബില്യണുമായി കാർഡിനൽ ഹെൽത്ത്. പിന്നെ ഏതാ ജർമ്മനി 31 ബില്യൺ ഫ്രഷൻസിസ്. ഇങ്ങനെയായിരിക്കും ഫ്രഷൻസിസ്. ഗൈസ് സീൻ. സോഹോ എൻ്റെ അമ്മോ, സോഹോയ്ക്ക് 3 ദിവസം കൊണ്ട് അവരുടെ ഒരു കരാട്ടെ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പ് അവർ ലോഞ്ച് ചെയ്തു. അതിപ്പം 3000 to 3.5 ലക്ഷം ഡെയിലി സൈനപ്സ് ആണ് 3 ദിവസം കൊണ്ടുണ്ടാകുന്നതാണ് അവർ പറയുന്നത്. ഗൈസ്, ഈ പുള്ളി എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പണ്ട് ഈ നമ്മൾ ഈ കരാട്ടെക്കിട്ട് ഈ കൊച്ചുടിയിലൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് ഇതിനകത്ത് ഈ വില്ലനെ എടുത്ത് പൂശാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മാതിരി സീനായിരുന്നു. എന്നാലും കാരണം ഇവൻ കുറച്ച് ഭയങ്കര ഡാർക്കായിരുന്നു, സത്യം പറയാലോ ഈ ചെക്കൻ. അങ്ങനെയൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ പിടിച്ച കുറേയധികം സമയങ്ങളൊക്കെ ഉണ്ട് ഈ ചെക്കനിൽ. ഈ ബ്രേക്ക്ഔട്ട് ഗേൾ സിൻഹായ് വൺ പേര് ചോങ് ഫിയേഴ്സ് മാർഷൽ ആർട്സ് in the 2010 Uni. His performance stood out. His future looked certain. Yep. And then he vanished. No scandals, no rejection, just silence. It wasn't Hollywood shutting him down. It was his choice. Wushu was his life since age 4. By 8, he was already a national champion. For Shunri, the Karate Kid wasn't a dream. It was an experience. Once filming ended, he returned to China. Back to school, back to training. Scene. No hunger for fame. He later took small roles in Chinese productions, but he never chased the spotlight. He preferred peace over popularity. He didn't fade. He evolved quietly internationally. He chose discipline over applause, mastery over fame. Oh. Some chase the spotlight, others master the craft. If you do not want to lose this page, see him. അപ്പം പുള്ളി ഇപ്പോഴും ഉണ്ട്. ഇപ്പം കരാട്ടെ ജൂലൈയിലാണ് എനിക്ക് തോന്നുന്നത് കരാട്ടെ കിഡ് ദ ലെജൻസും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി. കരാട്ടെ കിഡ് ദ ലെജൻസ്. ഇതാ നത്തിങ് ആണല്ലോ.
thinking that I might actually be missing out. This is the Nothing Phone 3, the best and weirdest phone that tech company Nothing has ever made. And honestly, I'm kind of a fan. Yeah, the design is really out there. It has the classic Nothing transparent look, which I love, but now has this asymmetrical camera setup, which definitely grew on me, as well as the new glyph display, which you interact with by pressing this small touch capacitive button. And it can be used for a bunch of simple functions, like displaying the time, battery, rock, paper, scissors, spin the bottle, a timer, a fun pixelated mirror, magic 8-ball, and can light up with different animations for different people and different notifications. And developers and Nothing will continue to add even more functions for this small display, so there's going to be even more that it can actually do. It's not a game changer, but is it fun? Yes. And what's wrong with a fun phone when every other phone is exactly the same? The OLED display up front is 6.7 inches and has 4,500 nits of brightness, so it gets super bright outdoors, and it's 120 Hz, so everything feels very smooth. The cameras are also pretty solid this year, and all 4 cameras, including the selfie camera, are 50 megapixels, and photos are pretty good. Are shots as good and consistent as the iPhone Pixel, Samsung, or other top-tier Android phones? I mean, I'd rate the camera like a 7 out of 10. I've gotten some good photos, but they're not the best cameras on any phone that I've ever used. And this is what video recording looks like. Oh, see. Oh, and also, see that little red square? It lights up when you're recording. And this phone is priced like a higher-end flagship phone, so it has higher-end specifications like the Snapdragon 8S Gen 4 processor, 12 or 16 gigabytes of RAM, with 256 or 512 gigabytes of storage, and everything here, of course, feels very fast, very smooth. And there's a 5150 milliamp hour battery, which is a pretty large battery, and you also get things like fast charging, wireless charging, an in-display fingerprint scanner, the essential space button for quickly getting down your thoughts or taking screenshots, and the software, of course, is Android, but it is top-tier Android. It's beautiful with a great selection of fonts, icons, animations, and just the overall design here is lovely and feels very polished. And if you're looking for a new phone, you want something a bit different, the Nothing Phone 3 might be a good option. ഗൈസ്, ഇതാണ് ആക്ച്വലി ഞാനല്ലേ ഈ ഒരു സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോസ് ഇല്ലാത്തത്. സത്യം പറയാമല്ലോ, വീഡിയോസ് ഇട്ടാൽ ഇങ്ങനെ സ്റ്റക്കായി കഴിക്കും. അത് നമുക്ക് ഭയങ്കര പണിയാണ് സത്യം പറയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ ഈ വീഡിയോസ് ഒന്നും അധികം ഇടാത്തത്. വെറുതെ എന്തിനാണ് വീഡിയോസൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുവരുന്നത്. ആപ്പിൾ ന്യൂ പ്രോഡക്റ്റ് വന്നു, ഒക്ടോബറിൽ ന്യൂ പ്രോഡക്റ്റ്. ഇനി എന്തൊക്കെയാണ് ഇറക്കാൻ പോകുന്നത്? ആപ്പിൾ ഹാവ് ന്യൂ പ്രോഡക്റ്റ് M5 ഐപോഡ് പ്രോ. ഓ, അതാണ് ഈ അടുത്തൊരു ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനങ്ങളുണ്ട്. പിന്നെ M5 ആപ്പിൾ വിഷൻ പ്രോ ഒക്ടോബറിലാണ്. ചമാനം ആപ്പിളിൻ്റെ വിഷൻ പ്രോ ചമാനം. പിന്നെ എയർ ടാഗ് 2 അതടുത്ത ചമാനം. പിന്നെ ന്യൂ ആപ്പിൾ TV 4K. 4K സാധനമാണല്ലോ. പിന്നെ ഹോം പോഡ് മിനി 0. ഇനിയതോ M5 മാക്ബുക്ക് പ്രോ. എൻ്റെ അമ്മോ, M5 ഒക്കെ സീൻ. പിന്നെ ന്യൂ സ്റ്റുഡിയോ ഡിസ്പ്ലേ ലോഞ്ച് അൺസർട്ടൻ. ഇത് ഒക്ടോബർ ഏർലി 2026 ഇതിനകത്താണ് ലോഞ്ച് എന്ന് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പം ഇനി ശവാനം ഇവരാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഐപ്പിളിൻ്റെ വക ആപ്പിൾ ബയർമാർക്ക് വേണ്ടിയുള്ള ഗൈഡ് ഒക്കെ അവന്മാർ പുറത്തിറക്കിയിട്ടുണ്ടല്ലോ. മാക് മിനി, മാക് പ്രോ, ഐപോഡ്, ഇത് കുറേ ഉണ്ട് ഗൈഡൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേന് സമയമാണ്. iPhone battery drain. Have you experienced battery drain with iOS 26? എന്താണ് ഗൈസ് ബാറ്ററി ഡ്രെയിൻ ആരെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ വല്ല കൈൻഡ് ഓഫ് എന്താ പറയുക
അല്ല ലാഗ് അടിക്കലോ അല്ലെങ്കിൽ ഹീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും 26 എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ വല്ല ലൈനൊക്കെ വരുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഒന്നുമില്ല നിങ്ങൾക്ക്? ഒന്നും പറയാനില്ല ഗൈസ്? ഇൻട്രോവേർട്ടുകളാണല്ലോ. ഇൻട്യൂട്ടീവ്, നർച്ചറിങ്, thoughtful, reserved, observant, valuable, empathetic, resilient, tactful. ഓ, ഇത്രയും മീനിങ് ഉണ്ടായിരുന്നല്ലേ. ആംഗ്രി, എക്സസൈസ്. ആങ്ഷ്യസ്, മെഡിറ്റേറ്റ്. ഓവർ തിങ്കിങ്, ജേർണൽ. സ്ട്രെസ്ഡ്, വർക്ക്. സാഡ്, gratitude. Uninspired, read. Alone, mindful thoughts. When you are alone, mind your thoughts. When you are with friend, mind your tongue. When you are angry, mind your temper. When you are blessed, mind your ego. When you are in trouble, mind your emotions. When you are with a group, mind your behavior. The art of consistency. Idea, consistent. Failure, consistent. Lesson, ലേൺ, കൺസിസ്റ്റൻറ്റ്, സക്സസ്. സത്യം, ഇതൊരു സത്യമാണ്. ഞാനിപ്പം ഈ ഒരു സ്ട്രീം തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആകുന്നു. 1 മന്ത് ആകുന്ന സമയത്ത് തന്നെ ഞാനാകെ ഞായറാഴ്ചകളിൽ മാത്രമേ സ്ട്രീം ചെയ്യാത്തതുള്ളൂ. ഞായറാഴ്ച ലീവുള്ള ദിവസമാണ് നമുക്ക്. അപ്പം ബാക്കി ചില ദിവസമൊക്കെ ഭയങ്കര ബോറിങ് അടിക്കും. കാരണം ചില ദിവസം നമുക്ക് മൂഡ് ഉണ്ടാവില്ല ഇത് ചെയ്യാനായിട്ട്. ആക്ച്വലി ചില ദിവസം കണ്ടന്റ് എവിടെ നിന്ന് കണ്ടന്റ് കിട്ടുമെന്ന് ചില ദിവസം പ്രതീക്ഷിക്കും. ചില ദിവസം ഭയങ്കര വിഷമായിരിക്കും സത്യം. അതായത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ആരും ഇതൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു വിഷമമൊക്കെ തോന്നാറുണ്ട്. ബട്ട് ഇതൊക്കെ ആ ഒരു ലേണിംഗ് പ്രോസസ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അങ്ങനെ പോവാം. അതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ at the end there will be success. Okay. Pomodoro. List your tasks, set a 25 minutes timer, focus on work, take a 5 minutes break, repeat 4 times, then break for long. Eisenhower methods. Urgent, do it. Not urgent, schedule it. Not important, delegate it. Not urgent, eliminate it. Change field strategy. Set your goal. Mark a calendar each day you do it. Keep the streak as long as you can. Never miss 2 days in a row. അത് സത്യം കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം മിസ്സാക്കാം. ബട്ട് നമ്മൾ ഒരിക്കലും 2 ദിവസം മിസ്സാക്കരുത്. പിന്നെ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മടിയും പരിപാടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. സത്യം പറയാറ് 3-3-3 method. Spend 3 hours working on an important project. Complete 3 shorter urgent tasks per week. Do 3 maintenance tasks to keep life running smoothly. Eat the frog. Do your hardest task first. The rest will be easier. If it's your job to eat a frog, it's best to do it first thing in the morning, and if it's your job to eat 2 frogs, it's best to eat the bigger one first. Time blocking. Identify what needs doing. Group similar activities together. Assign time slots for tasks. Plot box on a calendar. Stick to the schedule. Take breaks between blocks. Make changes if needed. Okay. Energy drains. Negative self-talk. Bad energy. Junk food. Mess and clutter. Resentment. Embarrassing. Theft of thief of joy. Fear, living in the past, people pleasing, dehydration, excesses, screen time, more movement, stress, toxic people pleasing, unclear boundaries. Becoming a more professional version of yourself. Organization, goal setting, time managing, productivity, career, professional development, leadership, job satisfaction, business, market analysis, networking, strategic thinking, finances, investment planning, budgeting, risk management,
Don't tell everyone about the seeds you have planted. Let them grow with the disturbance of outside energy. Your goals are safe with the universe. Keep them protected until they are ready to make an appearance. There is an enormous amount of power in silence. Your voice is the only one your dreams need to hear in the beginning. Believe in your abilities enough to know that your magic does not need anyone else to activate it. You are the only one with the power to turn it on and off. Trust this moment of your journey. Your best reason is going to be your next season. Yep, Satyam. Be unapologetically extreme. Be a try-hard, a gym rat, a workout. People might call you obsessed. Let them. At first, you will ask you why, then they will ask you how. But they will never understand that for some, the work is the reward. 2 hour gym sessions, early morning marathons, staying up till 4 a.m. editing or writing. Things that give you pain are also the things that give you purpose. Work isn't something you try to fit into your life, it's your life. It's the end goal. To the relentless, the hunt is the feast. സത്യം, എല്ലാം സത്യം, എല്ലാം സത്യം. എന്ത് വായിച്ചു ഇതിനകത്ത് നിന്ന് എനിക്കും ഏറ്റവും, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാട്ടുകാരെ വിളിച്ച് അറിയിക്കാൻ വേണ്ടി നിൽക്കരുത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ സീക്രട്ട് ആയിട്ട്, വളരെ ഒതൻറ്റിക് ആയിട്ട്, അതേപോലെ തന്നെ അത് പ്ലാൻ ചെയ്യുക. അതൊരു ടൈം എത്തുന്ന സമയത്ത് അത് ആൾക്കാരെ കാണിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യം നെവർ, അതിൻ്റെ ആവശ്യമില്ല. അതാണ് കീപ് ഇറ്റ് പ്രൈവറ്റ്. അത്രയേ ഉള്ളൂ ഗൈസ്. OpenAI is working on TikTok style social media. ഇത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. Yeah, for age generated videos. അപ്പം എന്താ ഞങ്ങൾക്കൊന്നും സാധനം വേണ്ടേ? സാധനം ഇത് വല്ല വീഡിയോസ് ഒക്കെ ആയിരിക്കും. സീനാണ്. വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നു. മെറ്റ ആൻഡ് ഡൈനാമിക് AI ഗ്ലാസസ് ഒക്കെ JP Morgan. വേണ്ട, ഇതിപ്പം ഗൈസ് എന്നോട് റിയലി ക്ഷമിക്കണം. ഇതാണ് വീഡിയോ ആണ്, സീനാണ് ഇത്. Elon Musk, Elon Musk, Elon Musk, Elon Musk. ഏതൊക്കെ കമ്പനിയാണ് ഡിഫറെൻറ്റ് തിങ്സ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. Northrop Grumman, B2 Spirit, UPSC mail truck. എന്താണ് മനസ്സിലായിട്ടില്ല. മിച്ചൈലൻ ടോയ്സ് റെസ്റ്റോറൻറ്റ് സ്റ്റോർസ്. റെസ്റ്റോറൻറ്റ് സ്റ്റോർസ് വാട്ട് ഡസ് ഇറ്റ് മീൻ ഗൈസ്? ഇതെന്താണ് സാധനം? ഇതൊക്കെ അറിയാത്ത കമ്പനികളാണ്. മിച്ചൈലൻ. പിന്നെ ഏതാ? ഫോക്സ് വാഗൺ കാർസ്, കൊറി വോസ്റ്റ്, യമഹ മൈക്രോ സൈക്കിൾസ്, പിയാനോസ്. യെസ്, ഇത് എന്താ പറയുക, പിയാനോസ്. എന്താ പിയാനോസ്? യമഹേൻ്റെ ഇഷ്ടംപോലെ കീബോർഡ്സ് ആക്ച്വലി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. യമഹ, റോൾസ് റോയ്സ്, ജെറ്റ് എൻജിൻസ്, ലക്ഷറി കാർസ്, റൈത്തോൺ, പാട്രിയോട്ട് മിസൈൽസ് ഉണ്ടാക്കുന്നുണ്ട്. മൈക്രോവേവ് ഓവൻ, മിസൈലും ഓവനും. എൻ്റെ അമ്മ, ഓവനൊക്കെ മിസൈൽ കിറ്റാൻ കിട്ടുക. സാംസങ് ഷിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആക്ച്വലി സ്മാർട്ട് ഫോൺസ്. ഓ, സാംസങ് ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ? Humans have ever created. എന്തൊക്കെയായിട്ട് നോക്കാം. എയർബസ് A380 ഫ്ലൈയിങ് പാലസ്, 600 മില്യൺ ആണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. 600 മില്യൺ. മാർസ് പെർസീവറൻസ് റോവർ, 2.7 ബില്യൺ മാർസിന് വേണ്ടി, നാസൻ്റെ വില. പിന്നെ നോർത്രോപ്പ് B2 സ്പിരിറ്റ്, 4.2 ബില്യൺ. അതിൻ്റെ എയർക്രാഫ്റ്റ് വല്ല എടുക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ എയർഫോഴ്സ്. സീൻ. US സുംവാൾഡ് സ്റ്റീൽ ഡിസ്ട്രോയർ, 8 ബില്യൺ. ഇതെന്താ
ഇതാണോ അല്ലാണ്ട എന്താണ് അതിൻ്റെ ഒരു കപ്പല്? സേൺ ലാർജ് ഹാഡ്രോൺ കൊളീഡർ 9 ബില്യൺ സീൻസ് ആണ്. കൊളംബിയ ക്ലാസ് സബ്മറൈൻ 9.15 ബില്യൺ ഒരു സബ്മറൈൻ. എൻ്റെ അമ്മ, ഈ സബ്മറൈനെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്ന മറ്റേ സിനിമ ഉണ്ടല്ലോ, അതായത് മിഷൻ ഇമ്പോസിബിൾ, അതിൻ്റെ ഡെത്ത് റെക്കഗ്നിങ് ഫസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫൈനൽ പാർട്ട് ഉണ്ട്. അതിനകത്താണ് ഈ സബ്മറൈൻസിനെ കുറിച്ച് അതിനകത്ത് അവർ കാണിക്കുന്നുണ്ട്. ആക്ച്വലി കിട്ടില്ല സാധനം. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് 9.7 ബില്യൺ. സ്പേസ് എക്സ് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ്സ് കോൺസ്റ്റലേഷൻ 10 ബില്യൺ. ഇത് ഈ സ്റ്റാർലിങ്ക്, ഈ സാറ്റലൈറ്റിൻ്റെ സാധനങ്ങളിലാണ് സാധനത്ത് പറയുന്നത്. ജെറാൾഡ് ആർ 4 ക്ലാസ് എയർക്രാഫ്റ്റ് ക്യാരിയർ 13 ബില്യൺ. ഈ സാധനം ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ, ടോപ്പ് ഗൺ മാവറിക്ക് 1900 ആ സംതിങ്, അതിനകത്ത് ഇത് കാണിക്കുന്നുണ്ട് മോനെ. ആ ഒരു സമയത്ത് അതിനകത്ത് ഇത് കാണിക്കുമ്പോഴാണ് അവരത് എടുത്തു വെച്ചിരിക്കുന്നതും അത് കിട്ടില്ല, അടിപൊളിയായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് മാവറിക്ക് ടോപ്പ് ഗൺ 2022 ഞാൻ മാവറിക്കിൽ ഇതേ ഒരു എയർക്രാഫ്റ്റ് ക്യാരിയർ ആക്ച്വലി അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കിട്ടില്ല. സീൻ. പിന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ 150 ബില്യൺ. എൻ്റെ അമ്മ, ഒരു സ്പേസ് സ്റ്റേഷൻ്റെ ഇതാണ്. ഒരു സ്പേസ് സ്റ്റേഷന് 150 ബില്യൺ. ഒരു സ്പേസ് സ്റ്റേഷൻ. ഇത് നമ്മൾ കണ്ടിട്ടുള്ള റിച്ചസ്റ്റ് മാൻ. ട്രഷറി വാണ്ട്സ് ടു ഇഷ്യൂ എ $1 coin with the President Trump for the US 25th anniversary. ഇനി ട്രംപ് അണ്ണൻ്റെ $1 കോയിൻ അവർ ഇറക്കാൻ വേണ്ടി പോവാണ്. ട്രഷറി ഷെയർഡ് ഡ്രാഫ്റ്റ് ഡിസൈൻ ഫോർ ദ 2026 $1 കോയിൻ. 2026 കോയിൻ ഇറക്കുന്നത്. Committees now will be reviewed and the Treasury Secretary must approve the final design. ഈ ചെങ്ങയാണ് ട്രഷറിൻ്റെ സെക്രട്ടറി. അടുത്തുണ്ട് PlayStation 6. ഗൈസ് സോറി, വീഡിയോ കാണിക്കാൻ പറ്റാതെ. Volkswagen marketing decides a wise place. Photographer shows the true beauty of Iranian architecture. എന്താന്ന് പോലും മനസ്സിലാകുന്നില്ല ഗൈസ്. എന്താണ് സാധനം? ഇങ്ങനെ നോക്കണം. സീൻ. എൻ്റെ മോനെ സീൻ. എന്നാ ബ്യൂട്ടി അത് കാണാനൊക്കെ ആയിട്ട്. കിളി പോയി. ഒന്നിത് മനസ്സിലാവുന്നില്ല, ഇതെങ്ങനെയൊക്കെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന്. ആ ഒരു ഫോട്ടോ കാണുന്നത് ഇതിനകത്ത് ഒരു ഇതുണ്ട്, ഒരു ആൾ ഗ്രൂപ്പുണ്ട്. ബട്ട് കുറേ അധികം കണ്ണുകളുണ്ട് ആക്ച്വലി ഇതിനകത്ത്. ഇതെന്താ മത്തങ്ങ വല്ല ഇതാണ്? മത്തങ്ങ കൊണ്ട് ഒരു റൗണ്ട് വരച്ചിട്ട് വരയ്ക്കുന്ന സംഭവമുണ്ട്. ഇതാണെങ്കിലും നല്ല രസമുണ്ട്. ഇതൊക്കെ വരച്ചവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. Life is not about being rich, it's all about being real, being humble and being kind. Yep, Keanu Reeves ആണ് guys, Keanu Reevesന്റെ ഇല്ല, വേറെ ഇല്ല, Keanu Reeves. And then Kristen Dunst wants to make Spider-Man 4 where Peter and MJ becomes parents. Oh, scene. ഒരു പാരൻസ് ആവുന്നതാണ്. That would be cool, right? I mean, I do not know if the fans are into it. അതെന്തായാലും സീനായിട്ടുണ്ട്. അത് പാരൻസ് ആവുന്നത് അത് എവിടെയും ഇങ്ങനത്തെ പരിപാടികളാണ്ട് അവർ പഠിച്ചിടാൻ വേണ്ടി പോകുന്നത്. The creators of Barbie and Hot Wheels were actually husband and wife. Barbie Hot Wheels. ഇത് കേട്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് എന്നോട് ചോദിക്കരുത്. Ruth Handler created Barbie in 1915. 15 ആൾ ക്രിയേറ്റ് ചെയ്തു. Elliot Handler created Hot Wheels in 1968. Wow.
Together they co-founded Metair. If you like learning world, this is your page for you. അപ്പം ഇവർ ഈ കെട്ടിയോളും കെട്ടിയോളും കൂടിയാണ് ഈ ഒരു ബാർബിയും അതേപോലെ ഹോട്ട് വീൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ ഗൈസ്, അങ്ങനെ ശനിയാഴ്ചയാണ്, നമുക്ക് വിട പറയുകയാണോ. അപ്പോൾ എല്ലാവർക്കും വിട. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്.